ജഗദീഷിന്റെയും കെ വേണുഗോപാലിന്റെയും രണ്ട് പ്രതികരണങ്ങൾ കേട്ട് സോഷ്യൽ മീഡിയയിൽ ഇമോജികൾ ഇങ്ങനെ ഇട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. എന്താണെന്നല്ലേ? ദാ ഞാൻ ആദ്യം തന്നെ പറയാം. ഈ അത്തച്ചമയ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ ജഗദീഷ് നടത്തിയ ഒരു പ്രതികരണം, വി ഡി സതീശനെ മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു. വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം കാണാൻ കാത്തിരിക്കാറുണ്ട്, അത് വിനോദവും വിജ്ഞാനവും എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കും ചിരി വരുന്നില്ലേ? ചിരിക്കരുത്, മൂപ്പര് കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചിരിക്കുകയാണ്. കെ വേണുഗോപാൽ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ വഴിയെ പറയാം. എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? സത്യത്തിൽ വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം കാണുമ്പോൾ എല്ലാവർക്കും ചിരി വരാറുണ്ട്. അതൊരു വിനോദം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കേട്ടോ, ഒരു വിനോദം തന്നെയാണ്, ഒരു എന്റർടൈൻമെന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ മൂപ്പര് തന്നെ പറഞ്ഞ നുണകൾ മൂപ്പര് തന്നെ അടുത്ത ഈ വാർത്താ സമ്മേളനത്തിൽ പൊളിക്കും. അത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. അതായത് സ്വന്തമായിട്ട് പറയുന്ന നുണകൾ സ്വന്തമായി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ പൊളിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക സുഖമാണ്. മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞ വിജ്ഞാനവുമാണെന്നാണ് പറയുന്നത്. സത്യമാണ്, വിജ്ഞാനം കൂടിയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് മൂപ്പര് എല്ലാ വിഷയങ്ങളിലും പറയുന്ന പല പ്രതികരണങ്ങളും നടത്തുന്ന പല നുണകളും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വിജ്ഞാനം തന്നെയാണ്. നമ്മൾ മുട്ടുകാലിൽ കാക്ക പറന്നു പോയിരുന്ന ഡിജിറ്റൽ കാലഘട്ടത്തിൽ നുണ പറയരുത് എന്നുള്ളൊരു വിജ്ഞാനം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഈ ജഗദീഷ് എന്ന് പറയുന്ന ഈ നടൻ വി ഡി സതീശനെ സുഖിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ കൈയടിക്കുകയല്ല ചിരിക്കുകയാണ് ചെയ്യുക എന്ന് സ്വാഭാവികമായിട്ടും നടൻ കൂടിയായിട്ടുള്ള ജഗദീഷ് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇപ്പൊ സത്യത്തിൽ കോൺഗ്രസ്സുകാർക്കും പേടിയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. അതായത് വി ഡി സതീശന്റെ ഓരോ വാർത്താ സമ്മേളനത്തിലും വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ടിരുന്ന 10,000-കണക്കിന് ആളുകൾ ഇയാളെ കൈവിട്ടുകൊണ്ട്, വി ഡി സതീശനെ കൈവിട്ടുകൊണ്ട് ഇടതുപക്ഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഓരോ വാർത്താ സമ്മേളനം കഴിയുമ്പോഴും ഇദ്ദേഹം പറഞ്ഞതൊക്കെ നുണയായിരുന്നില്ല എന്ന് ജനങ്ങളെ തിരിച്ചറിയുകയാണ്. അപ്പോൾ ആരാണ് ശരിയെന്ന് പരിശോധിക്കുമ്പോൾ അത് പിണറായി വിജയനും എൽ ഡി എഫും ആണല്ലോ എന്ന ഒരു ബോധ്യം ജനങ്ങൾക്ക് വരികയാണ്. അങ്ങനെ ജനങ്ങൾ ഈ എൽ ഡി എഫിനെതിരെ കല്ലെറിഞ്ഞ ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇവരെ നുണ കേട്ടിട്ട്. അവരെല്ലാവരും ഇപ്പോ ആ കല്ലെടുത്ത് നേരെ യു ഡി എഫിന് എറിയുകയാണ്. ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു പോയെന്ന് പറയുകയാണ്. അവർ കുറ്റസമ്മതം നടത്തുകയാണ്. അദ്ദേഹം ചിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ചതിക്കില്ലായിരുന്നു എന്ന് പിണറായി വിജയനെ പറ്റി പറയുകയാണ്. ഇയാൾ ചിരിക്കുകയും ചതിക്കുകയും ചെയ്യുമെന്ന് വി ഡി സതീശൻ നോക്കി പറയുകയാണ്. വെറും പി ആർ വർക്കിനപ്പുറത്തേക്ക് യാതൊരു രീതിയിലുള്ള വികസനമോ യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളോ കേരളത്തിൽ ഉണ്ടാകുന്നില്ല, കേരളത്തിൽ നാറ്റം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് പലരും പറയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയാണ്.